അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികം. വിവിധ കേന്ദ്രങ്ങളിൽ അനുസ്മരണ സമ്മേളനങ്ങളും പുഷ്പാർച്ചനയും. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. പയ്യന്നൂരിൽ നിന്നും മോഷ്ടിച്ച സ്കൂട്ടറുമായി പെരിങ്ങോം സ്വദേശിയായ മോഷ്ടാവിനെ തിരൂരിൽ വെച്ച് പിടികൂടി. പെരിങ്ങോം കോരങ്ങാട് സ്വദേശി ബത്താലിൽ ഹൌസിൽ ഫാസിലിനെയാണ് പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ ക്രൈം സ്ക്വാഡ് പിടികൂടിയത്. നാടെങ്ങും മഴക്കെടുതി. പല പ്രദേശങ്ങളിലും വെള്ളം കയറി. കനത്ത മഴയിൽ കർണാടക വനത്തിൽ ഉരുൾപൊട്ടി. മഴവെള്ളപ്പാച്ചിലിൽ കോഴിച്ചാലിൽ റവന്യൂവിൽ മരപ്പാലം തകർന്നു. അക്കരെയുള്ള കുടുംബങ്ങളെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് കരയ്ക്കെത്തിച്ചു. കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധി. പഴയങ്ങാടി കോഴി ബസാറിൽ വെള്ളക്കെട്ടിൽ ദുരിതം പേറി നിരവധി കുടുംബങ്ങൾ. പള്ളിയിലേക്കും മദ്രസയിലേക്കും ആളുകൾ പോകുന്നത് മുട്ടോളം ചെളിവെള്ളം താണ്ടി. നേരത്തെ ഉണ്ടായിരുന്ന ഊജാൽ മണ്ണിട്ട് മൂടി സ്വകാര്യ വ്യക്തി കെട്ടിടം പണിതതോടെയാണ് പ്രദേശത്തെ വെള്ളക്കെട്ട് കാരണമായതെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനം പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. മുൻ എംഎൽഎ KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനാചരണം മുൻ എംഎൽഎ KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കിവിടെ ഒരു ദുഃഖമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മരണം എന്ന ദുഃഖത്തോടൊപ്പം തന്നെ ഈ രാജ്യത്തിന്റെ നാശത്തിന്റെ ഒരു ഘട്ടത്തിലായിരുന്നു. ജനാധിപത്യ വിധ്വംസനം ഈ രാജ്യത്തെ നടപാടിയ ഒരു ഘട്ടത്തിലായിരുന്നു. നമ്മുടെ പിതാമഹന്മാരെ നമുക്ക് കഠിനാധ്വാനത്തിനോട് നൽകിയ മഹത്തരമായ ആശയങ്ങളും ആദർശങ്ങളും ചവിട്ടി വെതിക്കപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടി നമ്മെ വിട്ടുപിരിഞ്ഞത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K ജയരാജ് അധ്യക്ഷത വഹിച്ചു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അസ്ലം ഒലിക്കൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ MK രാജൻ, AP നാരായണൻ, ലളിത ടീച്ചർ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, A രൂപേഷ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KK ഫൽഗുനൻ, പിലാക്കൽ അശോകൻ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ അത്തായി പത്മിനി, EP ശ്യാമള, PV പ്രിയ, ആകാശ് ഭാസ്കരൻ, C പൂമണി, EP ബാലകൃഷ്ണൻ, ME ദാമോദരൻ നമ്പൂതിരി, രാജേഷ് ബാബു, ഭരത് DP, M കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്ക് പുതപ്പുകൾ നൽകി. ശ്രീനാരായണ വിദ്യാലയ ആനന്ദാശ്രമത്തിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകി. പയ്യന്നൂർ ടൗണിലും ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിൽ നിന്ന് മോഷ്ടിച്ച സ്കൂട്ടറുമായി പെരിങ്ങോം സ്വദേശിയായ മോഷ്ടാവിനെ തിരൂരിൽ വെച്ച് പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ ക്രൈം സ്ക്വാഡ് പിടികൂടി. പെരിങ്ങോം കോരങ്ങാട് സ്വദേശി ബത്താലി ഹൌസിൽ ഫാസിലിനെയാണ് ഡിവൈഎസ്പി K വിനോദ് കുമാറിന്റെ നിയന്ത്രണത്തിലുള്ള ക്രൈം സ്ക്വാഡ് സംഘം പിടികൂടിയത്. പയ്യന്നൂരിൽ നിന്നും മോഷ്ടിച്ച സ്കൂട്ടറുമായി പെരിങ്ങോം സ്വദേശിയായ മോഷ്ടാവിനെ തിരൂരിൽ വെച്ച് പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ ക്രൈം സ്ക്വാഡ് പിടികൂടി. പെരിങ്ങോം കൊരങ്ങാട് സ്വദേശി ബത്താലി ഹൌസിൽ ഫാസിലിനെയാണ് ഡിവൈഎസ്പി K വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ SIമാരായ ഷിജു അഗസ്റ്റിൻ, സയ്യിദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നൌഫൽ അഞ്ചിലത്ത്, NM അഷറഫ്, സിവിൽ പോലീസ് ഓഫീസർ അബ്ദുൾ ജബ്ബാർ എന്നിവരടങ്ങിയ സംഘം പിടികൂടിയത്. പയ്യന്നൂർ കാപ്പാട്ടുകഴകം പെരുങ്കളിയാട്ടം നടക്കുന്നതിനിടെ ഫെബ്രുവരി 28-ന് രാത്രിയാണ് രാമന്തളി കുന്നരുവിലെ ആകാശിന്റെ ഉടമസ്ഥതയിലുള്ള KL 59V0576 നമ്പർ സ്കൂട്ടർ മോഷണം പോയത്. ബന്ധുവായ സിനാജ് കേളോത്തെ ഖാദി ഭവന് മുൻപിൽ നിർത്തിയിട്ടതായിരുന്നു സ്കൂട്ടർ.
സ്കൂട്ടർ മോഷണം നടന്നതിനെ തുടർന്ന് പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. കേസന്വേഷണം ക്രൈം സ്ക്വാഡ് ഏറ്റെടുത്തതോടെ മോഷ്ടാവിന്റെ ദൃശ്യം സമീപത്തെ കെട്ടിടത്തിലെ നിരീക്ഷണ ക്യാമറയിൽ കണ്ടെത്തിയിരുന്നു. ഇതിനിടെ മോഷ്ടിച്ച സ്കൂട്ടറുമായി യാത്ര ചെയ്യുന്നതിനിടെ വാഹന പരിശോധനയ്ക്കിടയിൽ തിരൂർ പോലീസ് ട്രാഫിക് നിയമലംഘനത്തിന് പ്രതിക്കെതിരെ പെറ്റി കേസ് ചുമത്തിയിരുന്നു. ഈ രേഖകളും അന്വേഷണത്തിൽ വഴിത്തിരിവായി. പെരിങ്ങോം സ്വദേശിയായ ഇയാൾ മലപ്പുറം തിരൂരിന് സമീപം വിവാഹം കഴിച്ച ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരികയായിരുന്നു. പോലീസ് സംഘത്തെ കണ്ട് പ്രതി ഓടി തീവണ്ടി കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പിടികൂടിയത്. സമീപകാലത്തായി ഇയാൾ കോഴിക്കോട്ടെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്ന വിവരവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയെയും വാഹനവും പോലീസ് പയ്യന്നൂരിലെത്തിച്ചു. അറസ്റ്റിലായ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കനത്ത മഴയിൽ കർണാടക വനത്തിൽ ഉരുൾപൊട്ടി. മലവെള്ളപ്പാച്ചിലിൽ കോഴിച്ചാൽ റവന്യൂവിൽ മരപ്പാലം തകർന്നു. പാലത്തിന് അക്കരെയുള്ള കുടുംബങ്ങളെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് കരയ്ക്കെത്തിച്ചു. കനത്ത മഴയിൽ കർണാടക വനത്തിൽ ഉരുൾപൊട്ടി. കാര്യങ്കോട് പുഴ കരകവിഞ്ഞൊഴുകി. കോഴിച്ചാൽ റവന്യൂവിലെ വെള്ളം കയറാൻ സാധ്യതയുള്ള വീടുകൾ ഒഴിപ്പിച്ചു. കോഴിച്ചാൽ ഇക്കരെ മരപ്പാലം മഴവെള്ളപ്പാച്ചിലിൽ തകർന്നു. മറുകരയിൽ ഒറ്റപ്പെട്ട കുടുംബങ്ങളെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് കരയ്ക്കെത്തിച്ചു. വ്യാഴാഴ്ചയാണ് മലയോരത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്. ഉച്ചയോടുകൂടി കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതോടെ കാര്യങ്കോട് പുഴ കരകവിഞ്ഞൊഴുകി. ഈ മലവെള്ളപ്പാച്ചിലാണ് കോഴിച്ചാൽ റവന്യൂ മരപ്പാലം തകർന്നത്. തുടർന്ന് പെരിങ്ങോം ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് താൽക്കാലികമായി പുതിയ പാലം നിർമ്മിച്ച് അക്കരെയുള്ള കുടുംബങ്ങളെ ഇക്കരെ എത്തിച്ചു. റോപ്പ് റെസ്ക്യൂവിലൂടെ പെരിങ്ങോം അഗ്നിരക്ഷാ സേനയാണ് 1.5 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ ഉൾപ്പെടെ രക്ഷപ്പെടുത്തിയത്. ഇളയെടുത്ത് മനൂപ് ബിജി ദമ്പതികളുടെ 1.5 മാസം പ്രായമുള്ള ആൺകുട്ടി ആരോണിനെയാണ് ഇവർ രക്ഷപ്പെടുത്തിയത്. അക്കരെ ആൾക്കാർ താമസിക്കില്ല, വർഷങ്ങളായിട്ട് താമസിക്കില്ല. അധികം വേണ്ട ഒരു 3 അടി പാലം രീതിയിലൊരു പാലം കൊടുത്താൽ മതി അവർക്ക്. അതുപോലെ അവർക്ക് പറ്റത്തില്ല. പക്ഷെ എല്ലാ കൊല്ലം കുറെ ആൾക്കാരെ കൂട്ടി ഇങ്ങോട്ട് വന്നോളുക. അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു സംരക്ഷണമായില്ല. അന്നാർക്കതേ ഉള്ളൂ. പിന്നെ കൊല്ലം ഇത് തന്നെ പിന്നെ പരിപാടി. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റും സംഘവും ആരോഗ്യവകുപ്പ്, റവന്യൂ അധികൃതർ എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നു. അരയിരുത്തി, കന്നിക്കളം, ചെറുപുഴയുടെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും വെള്ളം കയറി. എവിടെയും അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ഭാഗമായി തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും നടത്തി. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന അനുസ്മരണ സമ്മേളനം DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനം തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗം DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലും, ഒരു മനുഷ്യജീവി എന്നുള്ള നിലയിലും, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിലും ഈ രാജ്യത്തിലെ കോടാനുകോടി ജനങ്ങൾക്ക് അദ്ദേഹം മാതൃകയായിരുന്നു. മഹത്വചനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നേതാവ്, ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം, ഒരു ഭരണാധികാരിയുടെ മുഖം. മണ്ഡലം പ്രസിഡന്റ് M രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. P കുഞ്ഞിക്കണ്ണൻ, PV കണ്ണൻ മാസ്റ്റർ, KV വിജയൻ, C രവി, KV ഗംഗാധരൻ, K ശ്രീധരൻ മാസ്റ്റർ, KP ദിനേശൻ, KN വാസുദേവൻ നായർ, KP ജയദേവൻ, പ്രിമേഷ് തൈക്കേൽ, സുനിത രവി തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് അനുസ്മരണത്തിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും പുഷ്പാർച്ചനയും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പഴയങ്ങാടി കോഴി ബസാറിൽ വെള്ളക്കെട്ടിൽ ദുരിതം പേറി നിരവധി കുടുംബങ്ങൾ. പള്ളിയിലേക്കും മദ്രസയിലേക്കും ആളുകൾ പോകുന്നത് മുട്ടോളം ചെളിവെള്ളം താണ്ടി.
നേരത്തെ ഉണ്ടായിരുന്ന ഓവുചാൽ മണ്ണിട്ട് മൂടി സ്വകാര്യ വ്യക്തി കെട്ടിടം പണിതതോടെയാണ് പ്രദേശത്തെ വെള്ളക്കെട്ട് കാരണമായതെന്ന് നാട്ടുകാർ. മാടായി ഗ്രാമപഞ്ചായത്തിലെ കോഴി ബസാറിലെ നിരവധി കുടുംബങ്ങളാണ് വെള്ളക്കെട്ടിൽ ദുരിതം അനുഭവിക്കുന്നത്. വീടിനു ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. കിണറുകൾ മലിനമായി. തങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചിട്ടും അധികൃതർ പുല്ലുവില മാത്രമേ കൽപ്പിക്കുന്നുള്ളൂ എന്നും നാട്ടുകാർ പറയുന്നു. കോഴി ബസാറ് ഹദ്ദാദ് പള്ളിൻ്റെ അടുത്ത് ഇവിടെയുള്ള വെള്ളക്കെട്ടിലാണ് പ്രശ്നം. ഇത് ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഒരു അവസ്ഥയിൽ ഈ പ്രദേശവാസികൾ, ഈ ചുറ്റുപാടുള്ള ആൾക്കാർ ആർക്കും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇവിടെ ഒരു പുതിയ ബിൽഡിംഗ് അതിൻ്റെ ബാക്ക് വശത്ത് ഹൈറ്റ് കൂട്ടി ചേർലിട്ട്, അത് കാരണം വെള്ളം ഈ സുൽത്താൻ തോട്ടിലേക്ക് പോകാൻ വഴിയില്ലാതായി. കിണറിലെ വെള്ളം വരെ വല്ലാത്തില്ല ഇല്ലത്. ഒന്നാമത് വെള്ളം എടി വിട്ട് പോകുന്നുമില്ല, വെള്ളം ഒരേ നിൽക്കുന്നത്. അതുകൊണ്ട് എന്തായാലും എന്തെങ്കിലും ഒരു വഴി കാണാൻ നമ്മൾ 3-4 പ്രാവശ്യം പറഞ്ഞ് ഇവരോട് പഞ്ചായത്തിൽ പോയിട്ട് കഴിഞ്ഞോലും പറഞ്ഞ് അതിനപ്പുറത്തെ കൊല്ലം ഞാൻ പറഞ്ഞു 3 കൊല്ലമായി ഇത് വെള്ളം നമുക്ക് കാണുന്നത്. ഇതേ വെള്ളം തന്നെ നമുക്ക് ഉണ്ടാകുന്നത്. പോകേണ്ട വഴിയുമില്ല, അങ്ങനെയെല്ലാം ആയിട്ടില്ലത്. വീടിനു ചുറ്റും വെള്ളക്കെട്ട് കാരണം കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പനിയും ദേഹത്ത് ചൊറിച്ചിലും മറ്റു രോഗങ്ങളും വിട്ടുമാറുന്നില്ല. പ്രദേശത്തെ വാടക ക്വാർട്ടേഴ്സിന്റെ പരിസരത്തും വെള്ളം കെട്ടിനിൽക്കുന്നതായി നാട്ടുകാർ പറയുന്നു. മദ്രസയിലെത്തുന്ന കുട്ടികൾ ഈ ചെളിവെള്ളത്തിലൂടെയാണ് ദിവസവും കടന്നു പോകുന്നത്. ഇതിന് പരിഹാരം കാണാൻ ആവശ്യമായ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. കോഴിബസാറിലെ SV ലിയാഖത്ത്, TV മൻസൂറ എന്നിവരുടെ വീടുകളുടെ മുന്നിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. കോഴിബസാർ ഹദ്ദാദ് മസ്ജിദിലേക്കുള്ള റോഡിലാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. ഇതിന് അടിയന്തരമായി ശാശ്വത പരിഹാരം കാണാൻ ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ കേരള NGO അസോസിയേഷൻ പയ്യന്നൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണവും ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും നടന്നു. എരമം കടേക്കര അഞ്ജലി വിദ്യാനികേതനിൽ നടന്ന പരിപാടി കേരള NGO അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ അംഗം K. അബ്ദുൾ കരീം ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ കേരള NGO അസോസിയേഷൻ പയ്യന്നൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണവും ഭക്ഷ്യദാന കിറ്റ് വിതരണവും നടന്നു. എരമം കടേക്കര അഞ്ജലി വിദ്യാനികേതനിൽ നടന്ന പരിപാടി കേരള NGO അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ അംഗം അബ്ദുൾ കരീം K. ഉദ്ഘാടനം ചെയ്തു. ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഒപ്പം ഇരിക്കാൻ ദൈവം നമുക്ക് അനുഗ്രഹം ചെയ്തതിൽ ദൈവത്തോടും നിങ്ങളോട് നന്ദി അർപ്പിക്കുന്നു. ബ്രാഞ്ച് പ്രസിഡന്റ് MK മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ U. ശ്രീജിത്ത്, A. കൽപ്പന, മദർ സുപ്പീരിയർ, സിസ്റ്റർ സ്റ്റെഫി, ഷെറിനസ്, ഷറഫുദ്ദീൻ KI എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രകൃതി സുന്ദരമായ പ്രദേശമാണ് മാടായി വാടിക്കൽ കടവ് റോഡ്. പഴയങ്ങാടി പുഴയും കണ്ടൽക്കാടുമെല്ലാം ഏറെ നയനമനോഹരമായ കാഴ്ചയാണ്. എന്നാൽ ഇവിടെ അനധികൃതമായി മാലിന്യം തള്ളുന്നത് ഈ പ്രദേശത്തിന്റെ സൗന്ദര്യം തന്നെ ഇല്ലാതാക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വാടിക്കൽ റോഡിൽ പഴയങ്ങാടി പുഴയുടെ തീരത്തായി വ്യാപകമായി മാലിന്യം തള്ളിയ അവസ്ഥയിലാണ്. പ്ലാസ്റ്റിക് സഞ്ചികളിലാക്കിയാണ് മാലിന്യങ്ങൾ ഇവിടെ തള്ളിയിരിക്കുന്നത്. പുഴയോര പ്രദേശമായ ഇവിടെ മാലിന്യം തള്ളുന്നത് വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും. വീടുകളിൽ എത്തി ഹരിതസേന അംഗങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിലവിൽ ശേഖരിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇവർക്ക് 50 രൂപ നൽകാൻ മടിച്ചാണ് ചിലർ വീടുകളിലെ മാലിന്യം പ്ലാസ്റ്റിക് കവറുകളിലാക്കി പുഴയോരത്ത് തള്ളുന്നത്. മാടായി, മാട്ടൂൽ പഞ്ചായത്തുകളിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് മറ്റ് ജില്ലകളിൽ നിന്ന് പോലും സഞ്ചാരികൾ എത്തുന്നുണ്ട്. എന്നാൽ സഞ്ചാരികളെ സ്വീകരിക്കുന്നത് ഇത്തരം മാലിന്യ കൂമ്പാരങ്ങളാണ്. മാലിന്യം തള്ളുന്നത് തടയാൻ പ്രദേശത്ത് CCTV ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വളരെ മനോഹരമായ സ്ഥലമാണ് ഈ പഴയങ്ങാടി ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഓരോ വീട്ടുകാർ കൊണ്ടുവന്ന് ആരും ഇടുന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരാൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുക, ഒരാൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഓരോരോ ആൾക്കാർ വന്ന് കൊണ്ടിടും. അപ്പോൾ ഇത് ഇവിടെയുള്ള അധികൃതർ അത് കണ്ടിട്ട് അതിനെന്താ വേണ്ടിയുള്ള നടപടി എടുക്കുക. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി തക്കതായ ശിക്ഷ ലഭ്യമാക്കണമെന്നാണ് പൊതുജന അഭിപ്രായം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ന്യൂസ് അവറിൽ ഇനിയൊരിടവേള. വാർത്തകൾ തുടരുന്നു. ശക്തമായ മഴയിൽ പെരിയാരം അലക്യം തോട്ടിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ മെഡിക്കൽ കോളേജ്, അംബേദ്കർ, കുളപ്പുറം റോഡ് വെള്ളത്തിൽ മുങ്ങി.
തോട് കലുങ്ക് കവിഞ്ഞൊഴുകാൻ തുടങ്ങിയതോടെ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ദിവസങ്ങളായി പരിയാരം മെഡിക്കൽ കോളേജ് അംബേദ്കർ കുളപ്പുറം ഈസ്റ്റ് റോഡിലൂടെ വാഹന ഗതാഗതമില്ല. കാൽനടയാത്രയും സാധ്യമല്ല. ദേശീയപാതയോട് ചേർന്നൊഴുകുന്ന അലക്യം തോട് റോഡിന്റെ കലുങ്ക് കവിഞ്ഞാണ് ഒഴുകുന്നത്. തോട് കരകവിഞ്ഞതോടെ സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. കലുങ്കിന്റെ ഉയരക്കുറവും ഒപ്പം പലയിടത്തും തോടിന്റെ വീതി കുറഞ്ഞതും തോട് കരകവിയാൻ കാരണമായെന്നാണ് വ്യാപാരികളും നാട്ടുകാരും പറയുന്നത്. ജനങ്ങൾ ഇതിലൂടെ പോകണ്ട കുട്ടികൾ ഇവിടെ എല്ലാം പിന്നെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് എല്ലാം താമസം അവരിപ്പം ലീവ് എടുത്ത് നിൽക്കില്ല. അവർക്ക് ഇതിലൂടെ പോകുന്നില്ല. പക്ഷേ ഒരു 10-20 പെൺകുട്ടികളുണ്ട് ബിഫാമിൻ്റെ പിന്നെ നേഴ്സിംഗ് എല്ലാം അവർ പോകാനിപ്പോൾ ലീവ് എടുത്തിട്ടില്ല. പിന്നെ അതിലെ കൊണ്ട് ഇപ്പം നീങ്ങുന്നില്ല ആൾക്കാർക്ക് യാതൊരു ഇതും പോകാൻ കഴിയും. കണ്ടിന്യൂസ് 4-5 ദിവസം മഴ പെയ്താൽ ഇവിടെ വെള്ളം പൊങ്ങാറുണ്ട്. ഈ പാല താണ് കിടക്കുന്നതുകൊണ്ട് അടിയിൽ മണ്ണ് നിറഞ്ഞതുകൊണ്ടാണ് വെള്ളം മുകളിൽ കൂടിയാണ് കവിഞ്ഞു മറിയുന്നത്. അതുകൊണ്ട് കവിഞ്ഞു മറിയുമ്പോൾ എല്ലാ ഷോപ്പുകളിലേക്കും വെള്ളം കയറാറുണ്ട്. ഇപ്രാവശ്യം മൊത്തം ഷോപ്പിലെല്ലാം വെള്ളം കയറി. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ആയുർവേദ കോളേജ് ഭാഗത്ത് തോട്ടിൽ നടത്തിയ അശാസ്ത്രീയ ഇടപെടലുകളും വെള്ളം കയറാൻ കാരണമായതായി ആക്ഷേപമുണ്ട്. തോട് കരകവിഞ്ഞതോടെ പരിയാരം ദേശീയപാതയിലും വെള്ളക്കെട്ട് രൂക്ഷമായി. ദേശീയപാതയിൽ മെഡിക്കൽ കോളേജിന് സമീപത്തും ആയുർവേദ കോളേജ് സ്റ്റോപ്പിന് സമീപത്തും വെള്ളം കയറിയതിനാൽ വാഹനങ്ങൾ ഏറെ പ്രയാസപ്പെട്ടാണ് കടന്നുപോകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആദ്യ ചരമവാർഷികം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു. കേരള NGO അസോസിയേഷൻ തൃക്കരിപ്പൂർ ബ്രാഞ്ച് കമ്മിറ്റി നേതൃത്വത്തിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി. കേരളത്തിന്റെ ജനകീയ നേതാക്കളിൽ ഒരാളായിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആദ്യ ചരമവാർഷികം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു. അനുസ്മരണ യോഗങ്ങളും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. കേരള NGO അസോസിയേഷൻ തൃക്കരിപ്പൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം നടത്തി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി പരിസരത്ത് അനുസ്മരണ ചടങ്ങ് NGO അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം CK അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ബ്രാഞ്ച് പ്രസിഡന്റ് PV ബാബുരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്രാഞ്ച് ട്രഷറർ K സുകുമാരൻ, ബ്രിജേഷ് പൈനി, MK കുഞ്ഞികൃഷ്ണൻ, വിജയൻ മണിയറ, M ശിവകുമാർ, A സുബിൻ രാജ്, K സ്മിത തുടങ്ങിയവർ സംസാരിച്ചു. സൗത്ത് തൃക്കരിപ്പൂർ ഇളമ്പച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജില്ലാ രാജീവ് ജി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം നടത്തി. ഓഫീസ് ഹാളിൽ നടന്ന പരിപാടി P ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് C ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. കാൻഫെഡ് സംസ്ഥാന സമിതിയുടെ PT ഭാസ്കരപ്പണിക്കർ അവാർഡ് നേടിയ ഗാന്ധിയൻ KV രാഘവൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു. കൾച്ചറൽ സെന്റർ സെക്രട്ടറി PK സത്യനാഥൻ, ട്രഷറർ TV കുഞ്ഞികൃഷ്ണൻ, VV കുഞ്ഞിക്കോരൻ, PC രാധാകൃഷ്ണൻ, M ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തോരാമഴയിൽ വെള്ളത്തിൽ മുങ്ങി കുണിയൻ പ്രദേശം. അശാസ്ത്രീയമായി മതിൽ കെട്ടിയുയർത്തിയത് കാരണം വെള്ളം ഒഴുകിപ്പോകാൻ സാധിക്കാത്തതിനാലാണ് പ്രദേശം വെള്ളത്തിൽ മുങ്ങിയത്. കനത്ത മഴ കുണിയൻ പ്രദേശത്തെ വെള്ളത്തിൽ മുക്കിയിരിക്കുകയാണ്. തോരാതെ പെയ്യുന്ന മഴ കാരണം വെള്ളം ഒഴുകി പോകാതെ കെട്ടിക്കിടക്കുകയാണെങ്കിലും കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിന് കിഴക്കുവശമുള്ള വീടുകളിലും വെള്ളം കയറി. കണ്ടത്തിൽ തമ്പായി KV ദിലീപ് എന്നിവരുടെ വീടിനു ചുറ്റും വെള്ളമാണ്. കോഴി കർഷകനായ ദിലീപിന്റെ കോഴിഫാമും വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. 28 വർഷത്തിനിടയിൽ ഇതാദ്യമായാണ് മഴക്കാലത്ത് ഇത്രയും വെള്ളം കയറുന്നതെന്നും വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമൊരുക്കാതെ മതിൽ കെട്ടിയത് കാരണമാണ് വെള്ളം കയറാൻ കാരണമായതെന്നും ദിലീപ് പറയുന്നു. ഇവിടെയുള്ള തോട് കരകവിഞ്ഞൊഴുകുന്നത് കാരണം റോഡും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. വെള്ളക്കെട്ട് കാരണം പ്രദേശത്തെ കുട്ടികൾക്ക് സ്കൂളിൽ എത്തിച്ചേരാനും സാധിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പരിയാരം മെഡിക്കൽ കോളേജ് ബസ് സ്റ്റോപ്പിലെ ചെറുതാഴം കഫേയിൽ മേൽക്കൂരയായി ഉപയോഗിച്ച ടാർപോളിൻ ഷീറ്റ് മോഷണം പോയതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഷീറ്റ് അജ്ഞാതർ അഴിച്ചുകൊണ്ടുപോയത്. പരിയാരം മെഡിക്കൽ കോളേജ് ബസ് സ്റ്റോപ്പിലെ ചെറുതാഴം കഫേയിൽ മേൽക്കൂരയായി ഉപയോഗിച്ച ടാർപോളിൻ ഷീറ്റ് മോഷണം പോയതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഷീറ്റ് അജ്ഞാതർ അഴിച്ചുകൊണ്ടുപോയത്. കടയ്ക്കകത്ത് നിന്നും മറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മാസങ്ങൾക്ക് മുൻപ് ഇതേ കടയിലെ മേശക്കുത്തി തുറന്ന് 500 രൂപ മോഷ്ടിച്ചിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക അനുസ്മരണവും ഫോട്ടോ അനാച്ഛാദനവും നടന്നു. മുൻ KPCC മെമ്പർ V കൃഷ്ണ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു.
ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക അനുസ്മരണവും ഫോട്ടോ അനാച്ഛാദനവും മുൻ KPCC മെമ്പർ വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TP ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജോൺ ജോസഫ് തയ്യൽ, ലളിത ബാബു, വി രാജൻ, സലീം തേക്കാട്ടിൽ, ഷാജൻ ജോസ്, തോമസ് കൈപ്പനാനിയിൽ, ജിജി ജോസഫ്, കലേഷ് തൈവളപ്പിൽ, പ്രണവ് കരാള തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. മഹിളാ കോൺഗ്രസ് പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കേരളത്തിന്റെ വികസന വേലിയേറ്റത്തിന് ആക്കം കൂട്ടിയ സമുന്നതനും പുതുതലമുറക്ക് മാതൃകയുമാണ് ഉമ്മൻചാണ്ടിയെന്ന് DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ പറഞ്ഞു. അവശത അനുഭവിക്കുന്ന നിർധനരായ ലക്ഷക്കണക്കിന് രോഗികൾക്ക് വിവിധ ആരോഗ്യ പദ്ധതിയിലൂടെയും ജനസമ്പർക്ക പരിപാടിയിലൂടെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാർക്കും ആശ്വാസം നൽകിയ ദൈവതുല്യനാണ് ഉമ്മൻചാണ്ടിയെന്ന് DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ പറഞ്ഞു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PV പ്രിയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി MK രാജൻ ഭക്ഷണക്കിറ്റ് വിതരണം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി EP ശ്യാമള, ജില്ലാ ഭാരവാഹികളായ MV വത്സല, പുഷ്പവല്ലി TV, AK ശ്രീജ, കോമളവല്ലി, C പൂമണി, രജനി സുനിത തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വാർത്തകൾ തുടരുന്നു. ദേശീയപാതയിലെ അശാസ്ത്രീയമായ ഓവുചാൽ നിർമ്മാണം മൂലം ആണൂരിലെ വാഹന വർക്ക്ഷോപ്പിൽ വെള്ളം കയറി. നിരവധി തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ വെള്ളം കയറിയതോടെ പട്ടിണിയിലായത് 10ഓളം കുടുംബങ്ങളാണ്. ദേശീയപാതയിലെ അശാസ്ത്രീയമായ ഓവുചാൽ നിർമ്മാണം മൂലം ആണൂരിലെ വാഹന വർക്ക്ഷോപ്പിൽ വെള്ളം കയറി. നിരവധി തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ വെള്ളം കയറിയതോടെ 10ഓളം കുടുംബങ്ങളാണ് പട്ടിണിയിലായിരിക്കുന്നത്. ദേശീയപാത നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇവർ അധികൃതരെ വിവരമറിയിച്ചിരുന്നുവെങ്കിലും അവർ പ്രശ്നം ഗൗരവമായി കണ്ടില്ല. മുമ്പുണ്ടായിരുന്ന ഓവുചാൽ കൃത്യമായിരുന്നു. അത് നികത്തിയാണ് കുറച്ചുമാറി പുതിയ ഓവുചാൽ നിർമ്മിച്ചത്. പുതിയ ഓവുചാലിൽ കൂടി വെള്ളമൊഴുകി പോകണമെന്ന് നിർദ്ദേശിച്ചാൽ അത് സാധ്യമാകുന്ന കാര്യമല്ല. ഇപ്പോൾ റോഡിൽ നിറയെ വെള്ളമാണ്. ഇവരുടെ വർക്ക്ഷോപ്പിലും വെള്ളം കയറി ജോലിയെടുക്കാൻ സാധിക്കാതെ വന്നിരിക്കുന്നു. ഇത് നമ്മുടെ ആണൂർ വർക്ക്ഷോപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയായിരുന്നു. ഈ വെള്ളക്കെട്ടും ഇതും കാരണം ആർക്കും തന്നെ പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. 5ഓളം വർക്ക്ഷോപ്പുകൾ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. ഇതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിർമ്മിച്ചൊരു പാലാണ്. ഇത് വർഷങ്ങളായിട്ട് വെള്ളം പോകുന്ന തോടാണ്. ഈ തോടിന് സമാന്തരമായിട്ടുള്ള ഒരു പാലം നിർമ്മിച്ചത്. ഈ പാലും ഈ തോടും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത അവസ്ഥയായിരുന്നു. നമ്മൾ നാഷണൽ ഹൈവേയായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞവരെ അവരൊന്ന് നോക്കി അവരെ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അധികൃതർ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പാടിയോട്ടുചാൽ മച്ചിയിൽ ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക അനുസ്മരണം നടന്നു. മുൻ KPCC മെമ്പർ വി കൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പാടിയോട്ടുചാൽ മച്ചിയിൽ ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക അനുസ്മരണം മുൻ KPCC മെമ്പർ വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അലക്സ് കൊല്ലപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം രേഷ്മ വി രാജു അനുസ്മരണ പ്രഭാഷണം നടത്തി. സതീശൻ കാർത്തികപ്പള്ളി, ലിജിമോൻ കൊച്ചാങ്കൽ, ബാലൻ തിടിൽവളപ്പിൽ, P മിഥുൻ, സതീഷ് രാമതളി, നാസർ തട്ടാപറമ്പിൽ, വിനോദ് നിരവത്ത്, രതീഷ് കോത്തരി, തോമസ് പൂവത്തിങ്കൽ, PM സാജു, KV വിജേഷ്, ഡെന്നി ചെറിയപറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. മഴക്കൊപ്പമെത്തിയ ശക്തമായ കാറ്റിൽ തൃക്കരിപ്പൂർ പേക്കടത്ത് മരങ്ങൾ കടപുഴകി വൈദ്യുതി ലൈനിൽ വീണു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ഇതോടെ പ്രദേശത്ത് മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെട്ടു. പേക്കടം ആയിറ്റി റോഡിൽ പേക്കടം കാളീശ്വരൻ ക്ഷേത്രത്തിന് സമീപത്തെ വയലിൽ നിന്നാണ് കാറ്റിൽ മരങ്ങൾ കടപുഴകി വൈദ്യുതി ലൈനിൽ വീണത്. 3-ഫേസ് ലൈനിന്റെ മുകളിൽ മരങ്ങൾ വീണതോടെ പേക്കടം ഭാഗത്തെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുകയും ചെയ്തു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം. തൃക്കരിപ്പൂർ ടൗണിൽ അപകടഭീതിയിലായ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനാൽ വൈകുന്നേരത്തോടെയാണ് KSCB അധികൃതരെത്തി കടപുഴകി ലൈനിൽ വീണ മരങ്ങൾ മുറിച്ച് വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അസുഖബാധിതയായി കോഴിക്കോട് MVR ക്യാൻസർ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന മാതമംഗലം ചരൽപ്പള്ളിയിലെ പ്രീത ശശിധരന്റെ ചികിത്സയ്ക്കായി മാതമംഗലം കൂട്ടായ്മ സഹായധനം നൽകി. മാതമംഗലം കൂട്ടായ്മ സ്വരൂപിച്ച സഹായധനം മുതിർന്ന അംഗം P ഭാസ്കരൻ പ്രീതയുടെ കുടുംബാംഗങ്ങൾക്ക് കൈമാറി. അസുഖബാധിതയായി കോഴിക്കോട് MVR ക്യാൻസർ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന
മാതമംഗലം ചരൽപ്പള്ളയിലെ പ്രീത ശശിധരന്റെ ചികിത്സക്കായി മാതമംഗലം കൂട്ടായ്മ ധനസഹായം നൽകി. മാതമംഗലത്ത് ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്ന പ്രീതയുടെ ചികിത്സയ്ക്ക് വലിയ തുക ആവശ്യമായി വരുന്ന സാഹചര്യത്തിലാണ് മാതമംഗലം കൂട്ടായ്മ ചികിത്സാ സഹായം നൽകാൻ മുന്നോട്ട് വന്നത്. മാതമംഗലം കൂട്ടായ്മ സ്വരൂപിച്ച സഹായധനം മുതിർന്ന അംഗം പി ഭാസ്കരൻ പ്രീതയുടെ കുടുംബത്തിന് കൈമാറി. അസുഖബാധിതയായിട്ട് കോഴിക്കോട് MBR ക്യാൻസർ സെന്ററിൽ ചികിത്സയിലാണുള്ളത്. അപ്പോൾ ഒരുപാട് കാലമായി ആ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായിട്ട് അവർ ഒരുപാട് കടങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള ഭയങ്കരമായുള്ള ബാധ്യത മനസ്സിലാക്കിക്കൊണ്ട് മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാരുണ്യ പ്രവർത്തനത്തിൽ എന്നും മുന്നിട്ട് നിൽക്കുന്ന ഈ മാതമംഗലം കൂട്ടായ്മ ശശിധരൻ്റെ കുടുംബത്തിന് ഈ സഹായം നൽകാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മളിന്ന് ഇവിടെ കൂടിയിട്ടുള്ളത്. ചടങ്ങിൽ രമേശൻ ഹരിത അധ്യക്ഷത വഹിച്ചു. KP രവീന്ദ്രൻ, TV സരിൻ, CV അഭിലാഷ്, P ദിബീഷ്, KV മനീഷ് എന്നിവരും സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പടന്നയിൽ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ പോർട്ടൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. പടന്ന മൂസ ഹാജി മുക്കിലെ ഗാലക്സി ടവറിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P മുഹമ്മദ് അസ്ലം നിർവഹിച്ചു. ചെറുവത്തൂർ പടന്ന ടൗണിൽ പൂർണ്ണമായും കേന്ദ്ര ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ പോർട്ടൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. പടന്ന മൂസ ഹാജി മുക്കിലെ ഗാലക്സി ടവറിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P മുഹമ്മദ് അസ്ലം നിർവഹിച്ചു. പലവിധ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ പ്രാഥമിക കർമ്മമാണെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. SS മോട്ടോഴ്സ് മാനേജിംഗ് ഡയറക്ടർ MV അനിൽകുമാറിന് ബ്രാഞ്ച് സീനിയർ മാനേജർ TK ജയശ്രീ ആദ്യ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് കൈമാറി. ഓൾ ഇന്ത്യ ജനറൽ ഇൻഷുറൻസ് ഏജന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളായ PK രഘുനാഥൻ, വിജയൻ PV, പയ്യന്നൂർ സെൻട്രൽ റോട്ടറി ചാർട്ടർ പ്രസിഡന്റ് രമേശൻ മാപ്പിടിച്ചേരി, MV അനിൽകുമാർ, പടന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അർഷാദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാവിധ മോട്ടോർ വാഹന ഇൻഷുറൻസുകൾക്കു പുറമെ വ്യക്തിഗത അപകട ഇൻഷുറൻസ്, മെഡിക്ലെയിം ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഇൻഷുറൻസ് സേവനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്ഥാപനം മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഇൻഷുറൻസ് അഡ്വൈസറുമായ അജയൻ PV നന്ദി പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുപുഴ മുളപ്ര വിശുദ്ധ അൽഫോൺസ ദേവാലയത്തിലെ നൊവേനയും തിരുനാളാഘോഷവും ജൂലൈ 19 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 3:45 ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് അറയ്ക്കൽ കൊടിയേറ്റ് നടത്തുന്നതോടെ തിരുനാളാഘോഷത്തിന് തുടക്കമാകും. ചെറുപുഴ മുളപ്ര വിശുദ്ധ അൽഫോൺസ ദേവാലയത്തിലെ നൊവേനയും തിരുനാൾ ആഘോഷവും ജൂലൈ 19 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 3:45 ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് അറക്കൽ കൊടിയേറ്റ് നടത്തുന്നതോടെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമാകും. തുടർന്ന് നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാന, സന്ദേശം, നൊവേന, തിരുശേഷിപ്പ് വണക്കം എന്നിവയ്ക്ക് ചെറുപുഴ സെന്റ് മേരീസ് ഫെറോന വികാരി ഫാദർ ഫിലിപ്പ് ഇരിപ്പക്കാട്ട് കാർമ്മികത്വം വഹിക്കും. തുടർന്ന് 26 വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന തിരുക്കർമ്മങ്ങൾ ഫാദർ അരുൺ പടിഞ്ഞാറെ ആനശ്ശേരി, ഫാദർ ആൻഡോ കരക്കാട്ട്, ഫാദർ അമൽ തൈപ്പറമ്പിൽ, ഫാദർ ജോർജ് കോവാട്ട്, ഫാദർ മാത്യു കല്ലുങ്കൽ തുടങ്ങിയവർ കാർമ്മികത്വം വഹിക്കും. സമാപന ദിനമായ 28 രാവിലെ 9:30 മുതൽ നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ഡോക്ടർ ജോർജ് കുമ്പളുമൂട്ടിൽ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് 11:30 മഞ്ഞക്കാട് ജംഗ്ഷനിലേക്ക് പ്രദക്ഷിണം നടക്കും. തുടർന്ന് സമാപനാശീർവാദം, തിരുശേഷിപ്പ് വണക്കം, ഊട്ടുനേർച്ച എന്നിവയോടെ തിരുനാളാഘോഷം സമാപിക്കുമെന്ന് വികാരി ഫാദർ കുര്യാക്കോസ് അറയ്ക്കൽ, ജനറൽ കൺവീനർ EP ജോസുകുട്ടി, കോഓർഡിനേറ്റർ പാപ്പച്ചൻ തുരുത്തേൽ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികം. വിവിധ കേന്ദ്രങ്ങളിൽ അനുസ്മരണ സമ്മേളനങ്ങളും പുഷ്പാർച്ചനയും. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. പയ്യന്നൂരിൽ നിന്നും മോഷ്ടിച്ച സ്കൂട്ടറുമായി പെരിങ്ങോം സ്വദേശിയായ മോഷ്ടാവിനെ തിരൂരിൽ വെച്ച് പിടികൂടി. പെരിങ്ങോം കോരങ്ങാട് സ്വദേശി ബത്താലിൽ ഹൌസിൽ ഫാസിലിനെയാണ് പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ ക്രൈം സ്ക്വാഡ് പിടികൂടിയത്. നാടെങ്ങും മഴക്കെടുതി.
പല പ്രദേശങ്ങളിലും വെള്ളം കയറി. കനത്ത മഴയിൽ കർണാടക വനത്തിൽ ഉരുൾപൊട്ടി. മഴവെള്ളപ്പാച്ചിലിൽ കോഴിച്ചാലിൽ റവന്യൂവിൽ മരപ്പാലം തകർന്നു. അക്കരെയുള്ള കുടുംബങ്ങളെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് കരയ്ക്കെത്തിച്ചു. കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധി. പഴയങ്ങാടി കോഴി ബസാറിൽ വെള്ളക്കെട്ടിൽ ദുരിതം പേറി നിരവധി കുടുംബങ്ങൾ. പള്ളിയിലേക്കും മദ്രസയിലേക്കും ആളുകൾ പോകുന്നത് മുട്ടോളം ചെളിവെള്ളം താണ്ടി. നേരത്തെ ഉണ്ടായിരുന്ന ഊജാൽ മണ്ണിട്ട് മൂടി സ്വകാര്യ വ്യക്തി കെട്ടിടം പണിതതോടെയാണ് പ്രദേശത്തെ വെള്ളക്കെട്ട് കാരണമായതെന്ന് നാട്ടുകാർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.